കഴിഞ്ഞ ജൂലൈ 3-നാണ് വൈസ് ചാൻസലർക്കെതിരായ പരാതികൾ അന്വേഷിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി എം ഷെരീഫിനെ സർക്കാർ ചുമതലപ്പെടുത്തിയത്. ഇരട്ട വേതന വിഷയത്തിൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പ്രധാന വിഷയങ്ങൾ ഇവയാണ്. ഡോക്ടർ എം അബ്ദുൾ സലാമിനെ വൈസ് ചാൻസലറായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനത്തിൽ അദ്ദേഹത്തിന്റേത് പുനർനിയമനമാണെന്നും UGC നിയമപ്രകാരമുള്ള സേവന വേതന വ്യവസ്ഥകൾക്ക് അർഹതയുണ്ടെന്നും മാത്രമാണ് പറയുന്നത്. കേരള സർവീസ് റൂൾ പാർട്ട് 3 പ്രകാരം വേതനം നിർണയിച്ചിട്ടില്ല. കാർഷിക സർവകലാശാല മുൻ ജീവനക്കാരൻ എന്ന നിലയിലുള്ള ആനുകൂല്യം കൈപ്പറ്റണമെങ്കിൽ ഈ ചട്ടം സംബന്ധിച്ച് വ്യക്തതയുള്ള ഉത്തരവിറങ്ങണം. അതേസമയം ഇത് സംബന്ധിച്ച് നിരവധി തവണ വൈസ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഉത്തരവ് പുറത്തിറങ്ങാത്തിടത്തോളം ഇരട്ട പ്രതിഫലം വാങ്ങുന്നത് നിയമവിരുദ്ധമാണ്. ചാൻസലർക്കെതിരായ അച്ചടക്ക നടപടികൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നതിനാൽ പണം തിരികെ പിടിക്കാനുള്ള നടപടികൾ മാത്രം സ്വീകരിച്ചാൽ മതിയെന്ന് അഡീഷണൽ സെക്രട്ടറി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. പുനർനിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു വ്യക്തി നിർബന്ധിത വിരമിക്കലിന് തയ്യാറാവുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാർഷിക സർവകലാശാലയിലെ പദവിയിലിരിക്കെ നിർബന്ധിത വിരമിക്കൽ വാങ്ങിയ ശേഷമാണ് ഡോക്ടർ അബ്ദുൾ സലാം കാലിക്കറ്റ് VC പദവിയിലെത്തിയത്. മീഡിയ 1 കോഴിക്കോട്.